നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. LIC തിരൂർ ബ്രാഞ്ചിലെ ഡെവലപ്മെന്റ് ഓഫീസർ MS രാജൻ ബാബു സാറിന് യൂണിറ്റ് അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. 39 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന LIC തിരൂർ ബ്രാഞ്ചിലെ ഡെവലപ്മെന്റ് ഓഫീസർ MS രാജൻ ബാബു സാറിന് അദ്ദേഹത്തിന്റെ യൂണിറ്റ് അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. സർവീസിൽ നിരവധി തവണ പലവിധ ബഹുമതികളും തന്റെ യൂണിറ്റിൽ നിന്നും 3 ഏജന്റുമാരെ LICയുടെ ഡെവലപ്മെന്റ് ഓഫീസർ പദവിയിലേക്ക് ഉയർത്തുകയും ഉണ്ടായി. ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ സീനിയർ പോസ്റ്റായ SBA പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. സുനിൽ കാവുങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ LIC ഏജന്റ് C ഉണ്ണികൃഷ്ണൻ നായർ മൊമന്റോ നൽകി ആദരിച്ചു. പുഷ്കരാക്ഷൻ സ്വാഗതവും രാജീവ് നന്ദിയും പറഞ്ഞു. AP സുബ്രഹ്മണ്യൻ, സേതു മാധവൻ, സംഗീത ബാബു, ലതിക, ഇന്ദിര, ചന്ദ്രൻ PK, മുസ്തഫ എന്നിവർ സംസാരിച്ചു. പ്രീമിയം കാൽക്കുലേഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം റെഡി റെക്കണറുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം റെഡി റെക്കണറുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഓരോ വയസ്സുള്ളവർക്കും ഏത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാം, വയസ്സ് സമ്മേഷകൾ എങ്ങനെ കണക്കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് വിശദമായിട്ട് ക്ലാസ്സുകളെത്തിയിരുന്നു. അതിനു പുറമെ LICയുടെ ഓരോ പദ്ധതികളും വളരെ വിശദമായി പഠിച്ച് അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ പോലും മനസ്സിലാക്കി ക്ലാസ്സുകൾ അവതരിപ്പിക്കുകയും വളരെ ലളിതമായിട്ട് നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. നമ്മുടെ പ്രിയ ഗവൺമെന്റ് ഓഫീസർ ശ്രീ രാജൻ ബാബു സാറിനെ ഈ പരിപാടിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സാറിൻ്റെ മെയ് 31-ാം തീയതി ഔദ്യോഗികമായിട്ട് വിരമിക്കുകയാണ്. നമുക്ക് ബാക്കി വെച്ച് തന്നത് നമ്മുടെ ഉള്ളിലുള്ളൊരു തീയാണ്. ഈ തീ നമ്മൾ കത്തുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ കത്തുന്ന തീയാണ് നമ്മളെ വർക്ക് ചെയ്യിക്കുന്നതും ജോലി ചെയ്യിക്കുന്നതും ഒക്കെ. നമ്മളെ ആഗ്രഹങ്ങൾ, അടങ്ങാത്ത ആഗ്രഹങ്ങളാണ് ഇൻഷുറൻസ് മേഖലയിലൂടെ നമ്മൾ ക്ലയൻറ്റിനെ കണ്ട് സംസാരിച്ച് പോളിസിയാക്കി മാറ്റി നമ്മൾ ഇൻകം വർദ്ധിക്കുന്നതും നമ്മളുടെ ഇൻകം വർദ്ധിപ്പിക്കുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകളും വീടായിക്കോട്ടെ, കാറായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, എല്ലാ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതും ആ മനസ്സിൻ്റെ ഒരു കഴിവാണ് എന്ന് ഞാൻ ഇപ്പോഴും മഹത്തായ സാമ്പത്തിക പ്രസ്ഥാനത്തിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പ്രചരണാർത്ഥം തിരൂർ മേഖലയിൽ വന്നു. ആ 38 വർഷങ്ങൾക്ക് മുമ്പ് തിരൂർ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു കാളവണ്ടി യുഗത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഈ നമ്മളെ മതപ്രചരണത്തിന് മാലിക് ദിനാറും പാർട്ടിയും കേരളത്തിൽ വന്നതും കൊടുങ്ങല്ലൂർ വന്നതും അങ്ങനെ മതപ്രചരണം നടത്തിയ മാതിരി LICനെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ, LIC എന്നാണ് സ്ഥാപനം, അതിൻ്റെ പ്രവർത്തന രീതി, പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെത്തി. രാജബാബു സാറിൻ്റെ കൈകൾ നന്മ നിറഞ്ഞ കൈകളാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അധ്യക്ഷനായിട്ടുള്ള സുനിൽ കാവുങ്ങൽ പറഞ്ഞു. തീർച്ചയായും മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി ബാലാമണിയമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ കൈകൾ എല്ലാ നിലയിലും കളങ്കമറ്റ കൈയാണ്. മലപ്പുറത്തെ കുറിച്ച് ഞാൻ തിരുവനന്തപുരത്തും പല വേദികളിലും പറയാറുണ്ട്. മലപ്പുറം എന്ന് പറയുമ്പോൾ ഈ മലപ്പുറം ജില്ല കാണാത്ത വ്യക്തികൾക്ക് വേറൊരു ഊഹാപോഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ മലപ്പുറം എന്ന് പറയുന്നത്. മലപ്പുറം കാണാത്തവർക്ക്, കണ്ടവർക്ക് കുഴപ്പമില്ല, കാണാത്തവർക്ക് ഒരു മലമ്പ്രദേശം, ഒരു അവികസിത ജില്ല. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത കഴിഞ്ഞ ഒരു 30 വർഷത്തെ വളർച്ച എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത, അർബനൈസ് ചെയ്ത ഡിസ്ട്രിക്റ്റാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ സൗകര്യങ്ങളും. നമ്മുടെ ഈ തിരൂര് ടൗണൊക്കെ, നമ്മളൊക്കെ വരുന്ന കാലത്ത് ഒരു ചെറിയ ടൗണായിരുന്നു. പട്ടണത്തിലുള്ള എല്ലാ സാധനവും, എല്ലാ സംഭവവും ഈ തിരൂര് ഉണ്ട്. തിരൂരിൻ്റെ മാറ്റം അതാണ്. പിന്നെ മലപ്പുറത്തിൻ്റെ മറ്റൊരു വ്യത്യാസം ഞാൻ കണ്ടത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ ജില്ലയിലെ കുട്ടികൾ വളരെയേറെ മുന്നിലായി. 80-കളിൽ 90-കളിലൊക്കെ SSLC റാങ്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഗവൺമെന്റ് അല്ലെങ്കിൽ ഹോളി ഏഞ്ചൽസ്. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ഇല്ല, എന്തായാലും ഒരു അനിവാര്യമായൊരു റിട്ടയർമെൻറ്റാണ്. ഇത് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നല്ല അതിഗംഭീരമായിട്ട് ബിസിനസ് ചെയ്ത് നല്ല അതൊക്കെ സാറിനോട് അറിയിക്കുക. നമ്മളിന്ന്
സാറുടെ ഔദ്യോഗിക പദവിയിൽ നിന്ന് 38 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഈ വരുന്ന 31/5/2024 അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി ഊഷ്മമാക്കി തീർക്കുന്നതിന് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ച ഈ മനോഹരമായ യാത്രാസംഗമം എന്ന് ഇവിടെ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത്. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.